വീട്. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. കാനഡന്ന് ഇല്ലാത്ത നേരമുണ്ടാക്കി ഇവിടെ വരെ എത്തിയത് നിങ്ങളുടെ പപ്പ സ്വത്ത് വീതം വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ. അതുകൊണ്ട് നിങ്ങളുടെ ആർത്തി പിടിച്ച അനിയനും ഭാര്യ എത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ പപ്പായെ കൺവേ ചെയ്ത് സ്വത്തെല്ലാം നമുക്ക് കൈക്കലാക്കണം. പേടിക്കണ്ടെന്ന്, പുള്ളിയുടെ കയ്യിൽ ആവശ്യത്തിലധികം സ്വത്തുണ്ട്. എവിടെയൊക്കെ കിടക്കണം പോലും പുള്ളിക്ക് നിശ്ചയമില്ല. എന്റെ മോൻ പ്രസവിച്ചു കഴിഞ്ഞപ്പോഴേ, മോനല്ലെന്ന് നീ പ്രസവിച്ചു കഴിഞ്ഞപ്പോഴേ, മോനെ പ്രസവിച്ചല്ലോ. ഇതുവരെയായിട്ട് അപ്പച്ചൻ മോനെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ ചക്കരക്കൂട്ടരെ കണ്ടു കഴിഞ്ഞാൽ ഈ സ്വത്ത് മുഴുവൻ ഇവന് എഴുതി കൊടുക്കുമെന്ന് എനിക്ക് എന്റെ പേടി. മോനെ മുഴുവൻ കൊണ്ട് നശിപ്പിക്കല് കുറച്ച് എനിക്ക് തന്നെ കേട്ടോ. തരും. അപ്പന് പല പ്രാവശ്യം അസുഖാണെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞപ്പോഴും വന്നില്ല. ഇപ്പൊ സ്വത്ത് വീതം വെക്കുന്നറിഞ്ഞപ്പോ രണ്ടുപേരും നേരത്തെ വന്നല്ലേ? നിങ്ങളെപ്പോ വന്നു? ഞങ്ങൾ രാവിലെ വന്നു. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കാറ് വന്നിട്ട് കാറ് നിർത്തിയിട്ട് മുദ്ര പേപ്പർ മേടിക്കാൻ പോലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിന്ത ഇല്ലായിരുന്നു. ഇങ്ങ് വന്നേ. അവര് വരുന്ന വഴി കാറ് നിർത്തി മുദ്ര പേപ്പർ വാങ്ങിച്ചു. നിങ്ങൾ വരുന്ന വഴി കാറ് നിർത്തി എന്തോ വാങ്ങിച്ചു. 2 പാക്കറ്റ് സിഗരറ്റ് മേടിച്ചു. വലിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. ഞങ്ങൾ എപ്പോ എത്തിയുള്ളൂ? നിങ്ങൾ ഇന്നലെ വന്നായിരുന്നല്ലേ? അപ്പോ 2 മക്കളോടും കൂടി എനിക്ക് പറയാനുള്ളത്, പഴയ അച്ഛനല്ല നിങ്ങളുടെ ഇപ്പോഴത്തെ അച്ഛൻ. പഴയ അച്ഛനല്ലേ ഇപ്പോഴത്തെ അച്ഛൻ? പുതിയ അച്ഛനെ ഒന്ന് കാണിച്ചേ. അങ്ങനല്ലെന്ന്, അച്ഛൻ പഴയ തന്നെ. പക്ഷെ അദ്ദേഹത്തിന് ചെറിയൊരു അസുഖമുണ്ട്. ഈ മറവിയുള്ള അൽസിമേഴ്സ് എന്ന് പറഞ്ഞ രോഗം ഉണ്ടല്ലോ, അതിന്റെ സെക്കൻഡ് പാർട്ട് നിങ്ങളുടെ അച്ഛനെ പിടിച്ചിരിക്കുകയാണ്. ചിൽസിമേഴ്സ് എന്ന് പറയും. എന്താ കുഴപ്പം? എന്താ? അതായത് നിങ്ങളുമായിട്ട് ഇപ്പൊ ഞാൻ സംസാരിച്ചല്ലോ, അച്ഛനാണെങ്കിൽ 5 മിനിറ്റ് കഴിയുമ്പോൾ അത് മറന്നു പോകും. പിന്നെ കുറെ സമയം കഴിയുമ്പോൾ ചിലപ്പോൾ ഓർമ്മ വരും. അപ്പൊ ഒരു വെട്ടൽ പോലെ ഉണ്ടാവും. അങ്ങനെ ചെറിയൊരു അസുഖം, പേടിക്കാനൊന്നും. ഇടപാടായി പോയി ചുമ്മാ. ഞാനോട് തന്നെ ചീത്ത വിളിക്കാൻ പോയി. വ്യക്തമായിട്ടൊന്ന് കാര്യം പറ, മനസ്സിലായില്ല. അതായത് അച്ഛനൊരു ഓർമ്മക്കുറവുണ്ട്, അത് വരും പോകും. അപ്പൊ ഓർമ്മ വരുന്ന സമയത്ത് വേണം നമുക്ക് സ്വത്തുക്കൾ എഴുതി മേടിക്കാനായിട്ട്. അപ്പൊ ഇത് നിങ്ങളോട് വിളിച്ച് പറയണമെന്ന് ഞാൻ പറഞ്ഞു. ഫോൺ എടുക്കും പുള്ളിക്കാരൻ മറന്നു പോകും. പിന്നെ ഫോൺ എടുക്കും പുള്ളിക്കാരൻ മറന്നു പോകും. എന്നാ ഫോൺ എടുക്കാൻ പുള്ളി മറന്നു പോയപ്പോ അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു നേരിട്ട് വരുമ്പോ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും അദ്ദേഹത്തെ ഞാൻ വിളിക്കാം. സാർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ സാറേ. ഷക്കീലേ, എല്ലാം മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഷക്കീലെന്ന് വിളിക്കുന്നുണ്ടല്ലോ, അതൊക്കെ അറിയാലോ. അല്ല, വക്കീലെന്ന് എന്നെ വിളിച്ചതാ. ഇതാ ഞാൻ പറഞ്ഞത്, ഓർമ്മ പോയതാ. ഇനി കുറച്ച് കഴിയുമ്പോൾ ഓർമ്മ വരുവുള്ളൂ. അയ്യോ, ഓർമ്മ പോയോ? ഓർമ്മ പോയി. ആരാ ഇവരൊക്കെ? ആരാ? ഞാൻ പറഞ്ഞില്ല, ആരെയും ഒരു പിടുത്തമില്ല. ആണോ? ഓർമ്മ കിട്ടാനായിട്ട് എന്നെ ചെറുപ്പത്തിൽ ഞാൻ പാടിയ പാട്ട് കേട്ടാ ചിലപ്പോ ഓർമ്മ വരും. അങ്ങനെ പാടിയ ഓർമ്മ കിട്ടുമോ? എന്താന്ന് ശ്രമിച്ചു നോക്കാം. അച്ഛാ അച്ഛാ, മൂലക്കുരു ഒരു മാറാരോഗമാണോ? നീ ഈ പാട്ട് മൂത്ത മകന്. അതെ അതെ, ഇങ്ങനെ പോകുന്നടാ. ഞങ്ങള് കുറച്ചേ പേരക്കിടാവാ? നീ പേരക്കിടാവല്ലടാ, ഏതോ പേരെ കെട്ടിയിരുന്ന കിടാവാണ് നീ. അങ്ങനത്തെ ഒരു ഇളയാള്, ഇളയ മകൻ ഇവിടെ ഉണ്ട്. ഇളയാള് എപ്പോ വന്നതാ മോനെ? ഞാൻ ഇന്നലെ തൊട്ട് ഇവിടെ ഉണ്ടല്ലോ. ഇന്നലെ പോലെ ഉണ്ടല്ലോ സാർ. നന്നായി. അല്ല സാറേ, അപ്പളേ ഈ സ്വത്തുക്കള് ഭാഗം വെച്ച് കൊടുക്കുന്നതിന്റെ ഒരു എന്റെ വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ പിള്ളേർക്കുള്ളത് അങ്ങ് കൊടുത്തേക്കാന്നുള്ളത്. ഇനിയിപ്പോ നമ്മ ഇനി കിടക്കണമെന്നോ പിടിക്കണമെന്നൊന്നും ഇല്ലല്ലോ. ഇല്ല ഇല്ല. എപ്പോഴായാലും നമ്മുടെ അല്ല വക്കീലേ, ഈ അച്ഛന്റെ ഈ ദിനചര്യയും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാ? ഈ ഓർമ്മ പോണോണ്ട് ദിനചര്യകൾ എങ്ങനെ നടക്കുമെന്ന് അതിന് ഞാൻ ജോലിക്കാരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് സാറ് വിളിച്ചോളൂ. ഞാൻ അതെന്ന് പറഞ്ഞാൽ ഈ ചില സമയത്ത് എന്റെ ഒരു അസുഖം ഉണ്ടല്ലോ, ഓർമ്മ പോണേ. അപ്പൊ ഞാൻ ഇവരുടെയൊക്കെ ഇതെല്ലാം നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. ബുക്കിൽ എഴുതി വെക്കണം എല്ലാവരുടെയും നമ്പർ. ഇതെന്നാ കമ്പ്യൂട്ടർ സ്റ്റേഷനിലെ പെണ്ണങ്ങളുടെ നമ്പർ എഴുതി വെച്ചോ? മൂത്തത് തന്നെയാണോടാ ഈ മുതുകത്ത് എഴുതിയേക്കണം. മുതുകുളം ഓമന. ഓമനാണ്ട അവളെ ഇവിടുത്തെ അടിച്ചളിക്കാർത്തിയാ. അതെ. പിന്നെ ഈ മുട്ടയിലുണ്ട്, മുട്ടത്തുള്ള ശാന്ത. അപ്പൊ ഇതന്നെ ഈ അടിവടിച്ചടിക്കാൻ ഈ അടിവാരം മീനി. എനിക്ക് ഗുളിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു തന്നെ. എനിക്ക് നാണ വേണം. പിന്നെ ചന്തിയിലുണ്ട്. പറയൂല. ചന്തിരൂർ മായ.
ചെടിക്ക് നനയ്ക്കാൻ വന്ന കൊച്ചാ. പിന്നെ നടക്കാവൂർ അമ്മിണി അത് എഴുതിയിട്ടില്ലല്ലോ. അതിവിടെ നടക്കാവുന്ന ദൂരേ ഉള്ളൂ സാർ. അത് ഞാൻ എഴുതാം. അപ്പൊ ഈ കാനഡയിൽ നിന്ന് വന്ന എന്റെ ഫോൺ നമ്പറൊക്കെ എവിടെ എഴുതി വെച്ചേക്കണേ? അതുണ്ട് സാർ. അതൊക്കെ ഞാൻ നിന്നോട് ആവശ്യമുള്ളത് തിരിച്ചോളാം കേട്ടോ. അവൻ അതൊക്കെ ചോദിക്കണം. സാറിന് ഓർമ്മ വന്ന സ്ഥിതിക്ക് ആ സ്വത്ത് വിവരങ്ങളൊന്ന്. അച്ഛാ എന്നാ അങ്ങ് എഴുതി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോണെന്ന്. അതെ എടാ മക്കളേടാ, ആ വക്കീലേ, എന്തോ പറഞ്ഞു സാർ. ഏതായാലും ഇനി ഇതും വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇല്ല അതാ എന്റെ അപ്പൊ അഭിപ്രായം. ഇവർക്കുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ അങ്ങനെ എഴുതി കൊടുത്തേക്കാം. അത് എഴുതി വെച്ച് ഈ രണ്ടിലൊന്നും പ്രാന്താ, ഇപ്പൊ മഴയൊന്നുമില്ല, പിന്നെ എന്തിനാ ഇവനെ കുട കുടിക്കണേ? ഞാൻ അങ്ങനെ ആന്നേ. അപ്പൊ അപ്പനും മക്കളോടെ ജോയിന്റ് ആയ സ്ഥിതിക്ക് ഒരു ഫോട്ടോ എടുത്ത് വെക്കി ഒന്ന് കളറാവട്ടെ. ആരാടാ നീ? നിനക്ക് എന്ത് വേണം? പണ്ടൊരു പാതിരാത്രി മണിയറ വാതിൽ മുട്ടിയപ്പോഴാണ് ഞാൻ ഈ ചോദ്യം ആദ്യമായിട്ട് കേട്ടത്. നീ ആരാണ്, നിനക്ക് എന്തൊരു വേണമെന്ന്. ഞാൻ ബാബു. ഏത് ബാബു? എന്നാ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, പക്ഷെ എന്റെ അമ്മേനെ നിങ്ങൾക്കറിയാം. പണ്ട് പാലക്കാട് ഒരു വീട്ടിലൂണ് നടത്തിയിരുന്ന കമലാക്ഷി ഓർമ്മയുണ്ട? പാലക്കാട് ഇടയ്ക്ക് വരുന്ന വഴിക്ക് ഇദ്ദേഹം അവിടെ ഊണ് കഴിക്കാൻ കയറും. അന്ന് ആദ്യമായിട്ട് ഇദ്ദേഹം ഊണ് കഴിച്ചത് ഒരു ജൂണില്. കടയിൽ വന്ന് ചാരി നിന്നത് ഒരു തൂണില്. ഇദ്ദേഹം വീണത് എന്റെ അമ്മയുടെ ഊണില്. അവസാനം ഊണ് മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഇദ്ദേഹം അവിടെ നിന്നാക്കി. അവസാനം നാട്ടുകാരെല്ലാം കൂടെ കയ്യോടെ പിടിച്ച് എന്റെ അമ്മ ഇദ്ദേഹത്തെ കൊണ്ട് കെട്ടിച്ച്. അതിന്റെ പരിണിത ഫലമാണ് ഈ നിൽക്കുന്ന ഞാൻ, ബാബു. അന്ന് ഇദ്ദേഹം എനിക്കൊരു ഓമന പേരിട്ട് കേട്ടാ, ബാബു മാണിക്യം. അന്ന് കറി കൊള്ളുകാരെന്നും പറഞ്ഞൊരു പ്ലേറ്റ് എടുത്ത് അങ്ങാട്ട് എറിഞ്ഞ ഓർമ്മയുണ്ട? അന്ന് നഷ്ടപ്പെട്ടതാണ് എന്റെ ഈ ഇടത്തെ കണ്ണ്, അറിയാവോ? വലത്തെ കണ്ണാണല്ലോ. മാറിപ്പോയി. കാണടാ, കാണ്. കാനഡയിൽ വന്ന ഞാനാ, അച്ഛനല്ല. കാനഡ ഇയാള് പോടാവേ. ഒരു കണക്കിന് തിരുവനന്തപുരം പിടിച്ചോണ്ട് മൈൻഡ് ഇടയ്ക്ക് ഇയാള് തട്ടുള്ളതായിട്ട് വന്നിരിക്കും. അല്ല അതുകൊണ്ട് സ്വത്ത് എനിക്കൂടെ കിട്ടിയാ പറ്റുള്ളൂ. അല്ല അതിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാം. എന്താ സാറേ അപ്പൊ വീതം വെച്ച് കൊടുക്കാല്ലോ ഇത്? അച്ഛനിങ്ങിരുന്നേ. ആ, അല്ല സാറേ ഇപ്പൊ എങ്ങനെ വീതം വെച്ച് കൊടുക്കല്ലേ? ഏതായാലും വക്കീലേ, എനിക്ക് ഓർമ്മ പോണതിന് മുമ്പ് ഇവർക്ക് അങ്ങോട്ടുള്ളത് കൊടുത്തേക്കാം. പെട്ടെന്ന് എഴുതി കൊടുത്തേക്കാം. അതെ, പെട്ടെന്ന് എഴുതിക്കോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കയറി വന്നാലോ. മകൾ ഏതായാലും കാനഡയിൽ നിന്ന് വന്ന മൂത്തവനെ നിനക്ക് മൂന്നാളൊരു 3 ഏക്കർ തേയിലത്തോട്ടോ ഒരു 3 ഏക്കർ സ്ഥലം ഇവൻ അങ്ങ് എടുത്തോട്ടെ. അത് മതി. അതെ, ഇതുപോലെ നമുക്ക് ബേക്കറി കിട്ടും. ബേക്കറി അച്ഛന്റെ വകുപ്പിൽ ഏതെങ്കിലും ബേക്കറി ഇരിപ്പുണ്ടോ? അത് കടകാലിയാക്കാൻ വേണ്ടിട്ടേക്കണ ഉടനെയുള്ളന്നേ. 1 മണിക്കൂർ കൊടുത്താൽ കട കാലി ആയിക്കോളൂ. അല്ല സാറേ അപ്പൊ ഇവരുടെ കാര്യം? ഇളയ മകൻ എന്നുള്ളതിൽ എനിക്ക് എന്താണ് അപ്പ ഉള്ളത്? വക്കീൽ ഇളയ മകന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് ചെറിയ സങ്കടമുണ്ട്. ഇവനങ്ങനെ പണിയൊന്നുമില്ല. അപ്പൊ നീ ഒരു കാര്യം ചെയ്താ മോനെ, ആ കുണ്ടന്നൂർ ഒരു 10 നില ഫ്ലാറ്റ് ഇല്ലേ, ആ ഫ്ലാറ്റിന്റെ താഴെ ഒരു വാച്ചറുടെ വേക്കൻസി ഉണ്ട്. നീ അവിടെ പോയി ആദ്യം എന്തെങ്കിലും പണിയെടുക്കും. വേറൊന്നുമില്ല എനിക്ക്. നിങ്ങൾക്ക് ആലപ്പുഴ ടൗണിൽ ഒരു 3 ഏക്കർ സ്ഥലം നീ എടുത്തോ. അത് മതി. അത് മതി. അപ്പൊ അവരുടെ കാര്യം അപ്പൊ ഓക്കേ. പാലക്കാട് നിന്ന് വന്ന എനിക്കാ. സാറേ അവന്റെ ഒരു കണ്ണൊക്കെ സാറ് കാരണം പോയതാ ബാത്റൂം. അതെ അതെ, ഇത് ഇനി ആരെങ്കിലും മണ്ണിന് മുമ്പ് തന്നെ സംഭവം നടത്തിയേക്കാം. ഇതിനും കൊടുത്തേക്കാം. കൃഷി വകുപ്പിലായിരുന്നല്ലോ ജോലി. ഇനി ഓരോരുത്തർ തിരക്കി വരും. ഏതായാലും ചെറുക്കനായിട്ട് വരുമല്ലോ. അതെ. ഇവന് കണ്ണില്ലല്ലോടാ മോനെ. നീ ചികിത്സയ്ക്ക് വേണ്ടിട്ട് മൂവാറ്റുപുഴ ഒരു കണ്ണാശുപത്രി ഉണ്ട്. അതിന്റെ സമീപത്ത് കണ്ണായ സ്ഥലം ഒരു 3 ഏക്കർ നീ എടുത്തോ. അപ്പൊ എല്ലാരും ഹാപ്പിയല്ലേ? അപ്പൊ പ്രമാണം നടത്തി എല്ലാവരുടെയും പേരിൽ ഞാൻ ഇതങ്ങോട്ട് തന്നേക്കാം. അയ്യോ, നേരത്തെ വേണേ നീ കാനഡയ്ക്ക് പോകാനുള്ളതാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അടിച്ചു പൊളിച്ചിട്ട് പോകാതെ. അയ്യോ, അങ്ങനെയൊക്കെ പിന്നെ അതുപോലെ അത് മതി. എന്താ സാറേ? അല്ല, നീ ഇവരുടെയൊക്കെ സന്തോഷം കാണുമ്പോ എനിക്ക് അകപ്പാടൊരു ടെൻഷൻ. അല്ലാതെ ഞാൻ ഇവർക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളൊക്കെ വാരിക്കോരി കൊടുത്തല്ല. നിങ്ങളെല്ലാം ഹാപ്പിയാണല്ലോ. പക്ഷെ എനിക്കൊരു ടെൻഷൻ. എന്താ സാറേ? നമ്മൾ ഇവർക്ക് കൊടുത്ത സ്ഥലത്തിന്റെ പ്രമാണേ ഈ മുതുകുള ഓമനയുടെ വീട്ടിലാണ്, മുട്ടത്ര ശാന്തയുടെ വീട്ടിലാണ്, അടിവാരം മിനിയുടെ വീട്ടിലാണെന്ന് എനിക്കൊരു ഡൗട്ട്.